സാധനങ്ങൾ അവിടെ എവിടെയും കൊണ്ടിടും. ഒരാവശ്യം നോക്കി കാണത്തില്ല. മീനൂട്ടി നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ടേ. അമ്മ കാലത്ത് തുടങ്ങിയല്ലോ. തുടങ്ങി. അല്ലാതെ നീ ഓരോന്ന് ഒപ്പിച്ചു വെക്കുന്നതിന്റെ അല്ല. അല്ലേടി കൊച്ചുണ്ടാപ്പി. പറഞ്ഞ് പപ്പ വരുമ്പോ മോക്ക് എന്നാ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരണ്ടേ പറ. എത്ര പ്രാവശ്യം പറയുന്നു ഞാൻ പപ്പയുടെ അടുത്ത്. ഒരു ഓർമ്മയില്ല പപ്പയ്ക്ക്. ഒന്നൊരു പറടി പപ്പയുടെ സുന്ദരി പറ. ടാബ്ലറാൻ കുറേ വേണം, പിന്നൊരു റോബോട്ട്, പിന്നെ ഒരു കുഞ്ഞു മൊബൈൽ ഫോൺ. മൊബൈൽ ഫോണിന്റെ കാര്യം ഒഴിച്ച് വേറെ എന്താണെങ്കിലും ഓക്കെ. പപ്പ വേണമെങ്കിലേ പപ്പയുടെ സുന്ദരിയല്ലേ പറ. ഈ കൊച്ചിനെ കൊണ്ട് മീനു നീ പാല് കുടിച്ചു കഴിഞ്ഞില്ലേ ഇതുവരെയായിട്ടും? ഇല്ല. ബൈ പപ്പ. ഫോണിന്റെ കാര്യം മറക്കല്ലേ. ഇല്ലെങ്കിലേ നീ വണ്ടി കിടന്ന് അങ്ങളിന് പണിയുണ്ടാക്കും. എന്നെയോ പറ്റിച്ചിങ്ങനാക്കി. ഇനി അതിനെയും കൂടെ എന്തിനാ? ഗിഫ്റ്റിന്റെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞേ. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ തുടങ്ങിയിട്ട് വർഷം 4 ആവാൻ പോന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി PR കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ എത്തില്ലേ? ആദ്യം വണ്ടി വന്നു. മീനു വേഗം ഇറങ്ങിക്കേ. ഞാൻ പിന്നെ വിളിക്കാട്ടോ. സ്കൂൾ അധ്യാപകനായ ഇയാൾ വിദ്യാർത്ഥികളോട് ലൈംഗികമായും മോശമായും പെരുമാറി എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന പരാതി. അതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണത്തിലാണ്. മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. ചേച്ചി പിന്നെ ആ റോഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഡ്രസ്സ് 18-ാം തീയതി കൊടുക്കാന്ന് പറഞ്ഞല്ലേ? അയ്യോ ഞാൻ അന്ന ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റീരിയലിന്റെ കാര്യം. ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ. പിന്നെ ആ ഇൻഫ്ലുവൻസറിന്റെ കാര്യം കൂടി ഒന്ന് ചോദിക്കണേ. ചോദിക്കാം. ചേച്ചി സാറിനെ വിളിച്ചെടുക്കുന്നതാണല്ലോ. മാമന്റെ ചന്ദ്രി കിട്ടി വന്നേ. അമ്മ ഇന്ന് ഞങ്ങളാണല്ലോ ഫസ്റ്റ്. ആയിക്കോട്ടെ ശരി കേട്ടോ. ഓക്കെ വാ. ഇതെന്തൊക്കെ പഠിച്ചു? അവള് അപ്പുറത്ത് ഉണ്ണിയുടെയും പിള്ളേരോടൊക്കെ കളിക്കാൻ പോയിരിക്കുന്നു. ഇനി കുറച്ച് കഴിയുമ്പോ വരും. അവരവന് UK അഡ്മിഷൻ നോക്കുന്നുണ്ട്. നീ നാട്ടിൽ വരുമ്പോ സംസാരിക്കണമെന്ന് പറഞ്ഞു. ദൈവമേ, അതും എന്നെ നെഞ്ചത്താണ്. കഴിഞ്ഞ ദിവസേ ഞാൻ നിന്നെ മറ്റേ കസിനില്ലേ, മറ്റേ ഡോക്ടർ ഓസ്ട്രേലിയയിലുള്ളത്. അക്കുച്ചേട്ടൻ മനസ്സിലായി. പുള്ളിനെ ഫാമിലിയിലേയും കണ്ടിരുന്നു. അവരുടെ ഫാമിലി ട്രിപ്പ് വന്നതാ. നമ്മളന്ന് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് പുള്ളിയുടെ മൂത്ത് വെച്ചില്ലേ, അതൊക്കെ ഇപ്പൊ വളർന്ന് വലുതായി. കണ്ടിട്ട് മനസ്സിലായില്ല. പിള്ളേരൊക്കെ പെട്ടെന്ന് വളരണേ. പെൺപിള്ളേരൊക്കെ അങ്ങനെയാ, പെട്ടെന്ന് വളരും. നീയോ? നീ ഇങ്ങനെ ഇരുന്നല്ലേ പെട്ടെന്നല്ലേ വളർന്നങ്ങ് ഹോട്ടായി പോയത്. അയ്യേ ഉളുപ്പില്ലല്ലോ ദൂരെ ഇരുന്ന് പെണ്ണുമ്പിളുടെ സൗന്ദര്യം വർണ്ണിക്കാൻ. പിന്നെ എന്റെ ഭാര്യയുടെ സൗന്ദര്യം ഞാൻ വർണ്ണിക്കാതെ പിന്നെ ഏത് തെണ്ടി വർണ്ണിക്കാനാ? പിന്നെ ഞാൻ 2-3 ദിവസം കുറച്ച് തിരക്കായിരിക്കും. അപ്പൊ ഫോൺ കോളൊന്നും ഉണ്ടാവില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. അന്ന ചേച്ചി വിളിക്കുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാട്ടോ. ബൈ. ശരി, ഓക്കെ. ഹലോ ചേച്ചി, എവിടായിരുന്നു? ഞാൻ കുറെ തവണ വിളിച്ചു. നാളെ നീ ഫ്രീ ആണോ? എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തു ചേച്ചി? അത് ഞാൻ നേരിട്ട് കാണുമ്പോൾ പറയാം. ഫ്രീ ആണ്, നമുക്ക് നാളെ കാണാം. ശരി. എന്താ ചേച്ചി പറ്റിയേ? ഞാൻ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോവാ. എന്തുപറ്റി പെട്ടെന്ന്? എനിക്കിത് വേറൊരാളോട് പറയാൻ തന്നെ എൻ്റെ തൊലി ഒരിഞ്ഞു പോവാ. നിന്നോടെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി എൻ്റെ ഉള്ളിൽ കിടന്ന് എൻ്റെ സമനില വരെ തെറ്റിപ്പോവും. ചേച്ചി കാര്യം പറ. നമ്മുടെ സണ്ണച്ചന് വേറെന്തെങ്കിലും? അതായിരുന്നെങ്കിൽ ഞാൻ ഇത്രയധികം തകർന്നു പോകത്തില്ലായിരുന്നു. ആടെ കൂടെങ്കിലും പോയാൽ അങ്ങ് പോട്ടേന്ന് വെച്ച് ഞാൻ എൻ്റെ പാട് നോക്കി പോയേനെ. പക്ഷെ ഇതിപ്പോൾ... ചേച്ചി വിഷമിക്കാതെ കാര്യം പറ.
കഴിഞ്ഞ ആഴ്ച ചക്കിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. ഡോക്ടറെ കാണിക്കാൻ അവൾ ഒട്ടും സമ്മതിക്കുന്നില്ല. ഞാൻ എങ്ങനെയോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് എവിടുന്നോ സെക്ഷൽ അസോൾട്ട് ഉണ്ടായിട്ടുണ്ടെന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എത്ര ചോദിച്ചിട്ടും അവളോട് ആരായി ചതി ചെയ്തതെന്ന് അവൾ പറഞ്ഞില്ല. കരച്ചിലും വിറയലും മാത്രം. അവസാനം അവളെ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചു. ആ ഡോക്ടറോട് എൻ്റെ കൊച്ചു പറഞ്ഞു അവളുടെ അപ്പനാത് ചെയ്തതെന്ന്. സ്വന്തം കൊച്ചിനെ പോലും വെറുതെ വിടാത്ത ഇങ്ങനെ ഒരു നാറിയാണല്ലോ ഞാൻ ഇത്രയും കാലം സ്നേഹിച്ച്. എൻ്റെ കൊച്ചിൻ്റെ ലൈഫ് പോയില്ലേ? അവളുടെ മനസ്സ് ഇനി ഞാൻ എങ്ങനെ ശരിയാക്കും താര? ചേച്ചി വിഷമിക്കാതെ, സ്ട്രോങ് ആയിട്ടിരിക്കേ. നമുക്ക് നല്ലൊരു കൗൺസിലിംഗ് കൊടുത്ത് കൊച്ചിനെ നോർമലാക്കാം. ഇവൻ ഇക്കണ്ട കാലം ആരോടൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടാവും. പുറമൊക്കെ എന്ത് മാന്യൻ. ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ഒരുത്തനെയും. വാ വന്നേ വാ. നിനക്ക് തന്നെ ഇറങ്ങാൻ അറിയാൻ പാടില്ലേ? ഇങ്ങനെയാണല്ലോ മേഡം ഇറക്കണേ. എന്നാ ഇനി മുതൽ അങ്ങനെ വേണ്ട. അല്ല മേഡം. വാ ഇങ്ങോട്ട് നടക്ക്. മീനു എടുത്തു കഴിച്ചേ. എനിക്ക് വേണ്ട. ദേ വാശി എടുക്ക, എടുത്ത് കഴിച്ചേ. എന്നെ ഉണ്ണിമാവന്റെ കൂടെ കളിക്കാൻ വിട്ടില്ലല്ലോ. എനിക്ക് ഒന്നും വേണ്ട. അധികം കൊഞ്ചാതെ മര്യാദയ്ക്ക് എടുത്ത് കഴിക്കാൻ നോക്കി. പിന്നെ ഉണ്ണിമാമന്റെ കൂടെയുള്ള കളിയൊന്നും ഇനി വേണ്ട. ക്ലാസ് വിട്ട മര്യാദയ്ക്ക് വീട്ടിൽ വന്നിരുന്നോണം കേട്ടല്ലോ. നീ വീട്ടിലുള്ള കളിയൊക്കെ മതി. സർപ്രൈസ്. എന്താ ഇത്ര പെട്ടെന്ന്? ആഹാ, അത് കൊള്ളാം. ഇത്ര നാളെന്ന നാട്ടിൽ വരാത്തേന്നായിരുന്നു. ഇപ്പൊ സർപ്രൈസ് ആയിട്ടൊരു എൻട്രി വന്നപ്പോ എന്താ പെട്ടെന്നോ? എന്തൊരു വളം ഞെട്ടിയില്ലേ? അതാണ്. പപ്പാ ആ ബാ. പപ്പ എങ്ങനെയാ വന്നേ? പപ്പ മീനുട്ടിനെ കാണാൻ ഓടി 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 വന്നില്ലേ? അപ്പ ഫ്ലൈറ്റിനല്ലേ വന്നത്? ആടി സുന്ദരി, നിനക്കുള്ള ഗിഫ്റ്റൊക്കെ മേടിച്ച് പപ്പ ഓടി ഓടി വന്നു. പപ്പ ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്കതെല്ലാം പൊട്ടിക്കാം. ഓക്കെ അല്ലേടി അമ്മുക്കുട്ടി? ആ ആ നീ ഇതൊക്കെ പൊട്ടിച്ചാ? അമ്മേന്തി? അമ്മ അടുക്കളയില്. എന്താ അത് കാണിക്കുന്നേ? എന്ത് കാണിക്കാൻ? എന്ത് കാണിക്കാൻ? വിടാതി. കുറെ നേരം പ്ലീസ്. കൊച്ചപ്പുറത്തുണ്ട്. അതൊന്നും കുഴപ്പമില്ല. എനിക്കൊരു മൂടില്ലാതി. മൂടൊക്കെ ഞാൻ ഉണ്ടായിക്കോളാം. വിട്ടാതി. വിട്. എന്താണ് നീ എന്റെ ഫൈഫല്ലേ? അതുകൊണ്ട് വിടാനല്ലേ പറഞ്ഞേ? വെട്ടുവെട്ടിയിട്ടും അവസാനിക്കാത്ത എമ്പുരാൻ വിവാദം. എമ്പുരാനുമായി ബന്ധപ്പെട്ട് BJP കോടതി കയറുമ്പോഴും ബിസിനസ് തന്ത്രമാണെന്ന് കേന്ദ്രമന്ത്രിയുടെ നിലപാട്. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും 8 മണി വാർത്തയിലേക്ക് സ്വാഗതം.
+1 സീറ്റ് വിഷയത്തിൽ ഇത് സംസ്ഥാന വ്യാപകമായ KSQവിന്റെ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അമ്മ ഇന്ന് എനിക്ക് സ്കൂളില്ല. മോളി നമ്മളുടെ പൊട്ടിക്ക് വന്നിരിക്കും കേട്ടോ. വേണ്ട, ഞാൻ ഇന്ന് പപ്പയുടെ കൂടെ ഇരുന്നോളാം. അമ്മ ഇന്ന് ഒറ്റയ്ക്കുള്ള കളി, അതുകൊണ്ടാ. വേണ്ട. നീ ഞാൻ പറഞ്ഞ കേട്ടാ മതി കേട്ടല്ലോ, ഇല്ല നല്ല അടി കിട്ടും കേട്ടോ. നിനക്ക് എന്തിന്റെ കട താരേ? കൊച്ചൻ്റെ കൂടെ നോളും, നീ ചെല്ലാൻ നോക്കി വാ. സ്കൂൾ അധ്യാപകനായ ഇയാൾ വിദ്യാർത്ഥികളോട് ലൈംഗികമായും മോശമായും പെരുമാറി എന്നുള്ളതായിരുന്നു അവളുടെ മനസ്സ് ഇനി ഞാൻ എങ്ങനെ ശരിയാക്കും? നിൽക്കേണ്ട കാലം ആരോടൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്. ഡോക്ടറോട് എന്റെ പുറമൊക്കെ എന്ത് മാന്യം. അവളുടെ അപ്പനാ ഒരുത്തനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരുത്തനെയും. എന്റെ കൊച്ചിന്റെ ലൈഫ് പോയില്ലേ? നമ്മളന്ന് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് പുള്ളിയുടെ മൂത്ത് വെച്ചില്ലേ, അതൊക്കെ ഇപ്പോൾ വളർന്ന് വലുതായി, കണ്ടിട്ട് മനസ്സിലായില്ല. ഇതിങ്ങനെ പിടിയാമേ, നോ. നിനക്ക് ക്ലിയാവില്ല ക്ലിയാവില്ല. ഹലോ മീനൂട്ടി എവിടെ? മീനൂട്ടി മീനൂട്ടി ഇവിടെ ഉണ്ട്. എന്താ അവളെന്തി? അവളുടെ ഫോൺ കൊടുക്ക്. എന്താ നീ കാര്യം പറ. അവളുടെ ഫോൺ കൊടുക്ക്, എനിക്ക് അവളോട് സംസാരിക്കണം. ഞാൻ കൊടുക്കാം. എന്നാ അമ്മ സംസാരിക്കും. ഹലോ, മോളെ നീ എന്തെടുക്കുവാ? ഞാനും പപ്പയും കളിക്കായിരുന്നു. ഇനി ഞങ്ങള് കറങ്ങാൻ പോണേന്നല്ലോ. എവിടെ? മീനൂട്ടി വാ കുളിക്കാം. അമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാമേ. നീ പപ്പയുടെ ഫോണും കൊടുത്തേ. പപ്പ, അമ്മ വിളിക്കുന്നു. ഹലോ പറ. ഞാൻ വന്നിട്ട് മോളെ കുളിപ്പിച്ചോളാം. എന്തിന്? എൻ്റെ കൊച്ചിനെ കുളിപ്പിക്കാൻ എനിക്കറിയാൻ പറഞ്ഞില്ലേ. ഞാൻ പറയുന്ന കേട്ടാ മതി, ഞാൻ വന്നിട്ട് കുളിപ്പിച്ചോളാം. നിനക്ക് അവിടെ വേറെ പണിയൊന്നുമില്ല താരാ. നീ പോയി നിന്റെ വല്ല പണി നോക്കി. ഓക്കെ എന്നാ. ഇങ്ങനെ എങ്ങനെ പപ്പയ്ക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലേ കൊച്ചിനെ ഞാൻ വന്നിട്ട് കുളിപ്പിച്ചോളാം എന്നുള്ള കാര്യം. നിനക്ക് എന്താണ് താരാ? നീ ഇതിന് ആവശ്യമില്ലാതെ താരങ്ങൾക്ക് വാശി പിടിക്കണേ. എനിക്കൊരു വാശിയില്ല. ആവശ്യ ശീലങ്ങളൊന്നും കൊച്ചിനെ പഠിപ്പിക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഇടിഞ്ഞ താരേ, നിനക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ആരോടൊരു പ്രശ്നവുമില്ല. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടോ? നീ പറ. എനിക്ക് ആരോടൊന്നും പറയാനില്ല. ശരി, നിനക്കൊന്നും പറയാനില്ലല്ലോ. ഞാൻ പറയണ കേൾക്കാലോ. മീനൂട്ടിക്ക് 6 മാസം പ്രായമുള്ളപ്പോൾ പോയതാ ഞാൻ. പിന്നെ നിന്നെ മോളെ ഞാൻ വീഡിയോ കോളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമ്മുടെ കൊച്ച് ആദ്യമായിട്ട് നീന്തിയതും നടക്കാൻ തുടങ്ങിയതും മിണ്ടാൻ തുടങ്ങിയതും ഒന്നും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നീ വിഷമിക്കേണ്ടെന്ന് കരുതി എൻ്റെ ഒറ്റപ്പെടലും ഡിപ്രഷനും ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല ഇന്ന് വരെ. കുറച്ചാൾ കഴിഞ്ഞാൽ ഈ കഷ്ടപ്പാടൊക്കെ തീരുമല്ലോ, എനിക്കും ഹാപ്പിയായിട്ട് നിൻ്റെയും മോളുടെ കൂടെയൊക്കെ ജീവിക്കാമല്ലോ എന്നുള്ള ചിന്തയായിരുന്നു എനിക്ക്. അതും സർപ്രൈസായിട്ട് വരുമ്പോൾ നിങ്ങളുടെ കണ്ടിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, അതൊക്കെയായിരുന്നു എൻ്റെ ചിന്ത മുഴുവൻ. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്താ പറയാ, ഞാൻ ഇവിടുത്തെ ആരും അല്ലാത്ത പോലെ. എന്നെ കണ്ട നിനക്ക് ദേഷ്യം, വെറുപ്പ്. പക്ഷെ അതിനേക്കാളൊക്കെ എന്നെ വിഷമിപ്പിച്ചത് നമ്മുടെ കൊച്ചിനെ ഞാനൊന്ന് എടുക്കുമ്പോൾ അല്ലെങ്കിൽ കൊഞ്ചിക്കുമ്പോൾ നീനോട് പെരുമാറുന്ന വിധമൊക്കെയാണ്. ഞാൻ എന്ത് ചെയ്തിട്ട് തരാ? നീ അതെങ്കിലും എനിക്കൊന്ന് പറഞ്ഞതാ.
സോറി ആദി, റിയലി റിയലി സോറി. എന്താ പറയ്. എനിക്ക് ആരാ ശരി ആരാ തെറ്റൊന്നും മനസ്സിലാവുന്നില്ല ആദി. എനിക്ക് പേടിയാതെ നമ്മുടെ മോളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിട്ട് പോവേ. ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ പിള്ളേരെ ഓരോരുത്തരോരോന്ന് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം മോളെ കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞത്. സോറി സോറി. താരെ, ബാക്കിയുള്ളവരെ കുറിച്ചുള്ള കൺസേൺ എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മുടെ മീനുട്ടിയെ എനിക്കതിന് പറ്റൂടി. ഇല്ല